കേരളോത്സവം പഞ്ചഗുസ്തി മത്സരത്തിനിടെ കൈമുട്ടിന് പരിക്കേറ്റ ദിയ അഷ്റഫിന് കോഴിക്കോട് നടന്ന തദ്ദേശ അദാലത്തിൽ സർക്കാരിന്റെ കൈത്താങ്ങ്. ദിയയ്ക്ക് ചികിത്സാ ചെലവുകൾ അനുവദിക്കുന്നതിന് പുറമെ അധിക ധനസഹായമായി 2 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകി. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും തുക നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. കോഴിക്കോട് തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിലായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ അദാലത്ത് നടന്നത്. നേരത്തെ കേരളോത്സവം പഞ്ചഗുസ്തി മത്സരത്തിനിടെ കൈമുട്ടിന് പൊട്ടലേറ്റ ദിയ അഷ്റഫ് അർഹമായ ധനസഹായം നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് അദാലത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഉമ്മയ്ക്കൊപ്പമാണ് കുന്നമംഗലം സ്വദേശിനിയായ ദിയ അദാലത്തിനെത്തിയത്. ഇവരുടെ അപേക്ഷ പരിശോധിച്ച മന്ത്രി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി നേരിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും ഫോണിലും സംസാരിച്ചു. ദിയയുടെ ചികിത്സാ ചെലവുകളുടെ ബില്ലുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് ചെലവായ തുകയും അധിക ധനസഹായമായി 2 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കുന്നമംഗലം വരിക്കോളിൽ മീത്തൽ ദിയ അഷ്റഫും അവരുടെ അമ്മയുമാണ് അദാലത്തിനെ സമീപിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് ഈ വിഷയം നേരിട്ട് സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമായും വൈസ് പ്രസിഡന്റുമായും ഫോണിൽ സംസാരിച്ചു. ശ്രീ PT റഹീം MLA, അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്, അദ്ദേഹവും അദാലത്തിൽ ആ സമയത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി. ദിയ അഷ്റഫിൻ്റെ ചികിത്സാ ചെലവുകളുടെ ബില്ലുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് യഥാർത്ഥത്തിൽ ചെലവായ ചികിത്സാ തുക മുഴുവനായും നൽകാനും അധിക ധനസഹായമായി 2 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിക്കാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് 2022 സംഘടിപ്പിച്ച കേരളോത്സവം പരിപാടിക്കിടെയായിരുന്നു ദിയയുടെ വലത് കൈമുട്ടിന് പരിക്കേറ്റത്. കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ടി വന്നിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മത്സരം നടത്തിയതെന്നായിരുന്നു ദിയയുടെ പരാതി. ഈ പരാതിയിലാണ് ചികിത്സാ ചെലവിനൊപ്പം അധിക ധനസഹായമായി 2 ലക്ഷം രൂപ കൂടി അനുവദിച്ചുള്ള ഇടപെടലുണ്ടായത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.